എന്തായാലും നേരിടുക തന്നെ. അരിയണ്ണം പറയുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ സീക്രട്ട് ഏജന്റ് പറയുന്നു ഞാൻ ഫേക്ക് ആക്കി. ഓക്കെ ബ്രദർ, ഞാൻ ഫേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, അനക്ക് ഇത് ആദ്യം അങ്ങ് ചെയ്താ പോരെ? അനക്ക് ആദ്യം തന്നെ എന്റെ ഈ പറഞ്ഞ പോലെ 3-4 ഫ്രണ്ട്സ് ഉണ്ട്, ഇപ്പൊ ഇവിടെ 4 പേര് ഇരിക്കുന്നുണ്ട്, മനസ്സിലാ? ഈ 4 പേരില് ഏതെങ്കിലും ഒരുത്തന്റെ മൂത്രം എനിക്ക് എടുത്ത് കൊടുത്താ പോരെ? ഞാൻ അത്രക്ക് പൊട്ടനാന്നോടാ. വൃത്തികെട്ട ഡയലോഗ്. യഥാർത്ഥ ജീവിതത്തിൽ ആരെങ്കിലും അങ്ങനെ സംസാരിക്കും? എടാ മൊണ്ണേ, എടാ പൊട്ട ഷമീറേ, ഇന്നണക്ക് ആദ്യമേ ഈ ജാസിൻ്റെ എൻ്റെ ഒപ്പമുള്ളവരെ മൂത്രം എടുത്ത് കൊടുത്തിട്ട് നെഗറ്റീവ് എന്ന് കാണിച്ചിരുന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ വന്ന് ഈ തൂക്കുമായിരുന്നു, എന്നെ പൊക്കുമായിരുന്നു. ആരാ പൊട്ടൻ? അല്ല ആരാ പൊട്ടൻ? ആരാ മൊണ്ണ? പോയി തരത്തി പോയി കളിക്കടാ, നമ്മ ഇതത്ര കണ്ടു അല്ലേടാ. ഞാൻ എന്നെ വെല്ലുവിളിക്കുന്നു. ആ ഹാർഡ് കോപ്പി കാണിക്കൂ, 9 ദിവസം മുന്നത്തെ ആ ഡേറ്റിനുള്ള ഫസ്റ്റ് ടെസ്റ്റിൻ്റെ ഹാർഡ് കോപ്പി കാണിക്കുക. നീ സാധുവായി പോയി എന്ന് എൻ്റെ അമ്മ പറഞ്ഞപ്പോ എന്റെ ചങ്ക് തകർന്നു പോയി. ഇപ്പൊ എനിക്ക് സന്തോഷായി. ഈ കാണിക്കേണ്ട ആവശ്യമില്ല, സൈറ്റിൽ അതുണ്ട്. ഈ പിൻ ചെയ്ത് വെച്ച സുക്രേൻ്റെ സൈറ്റിൽ കയറി അതിൻ്റെ ഓൾഡ് SID നമ്പർ അടിച്ച് ഡേറ്റ് വിട്ട പോസിറ്റീവ് എന്നുള്ള സാധനം നാട്ടുകാർ കണ്ടു. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഇവന് 9 ദിവസം കൊണ്ട് എങ്ങനെയാണ് അത് നെഗറ്റീവ് ആവുന്നത്? ഹൗ ഇറ്റ്സ് പോസിബിൾ ആവാം. ചിലപ്പോൾ എൻ്റെ മേത്തുള്ള കണ്ടന്റ് ഇറങ്ങിപ്പോവാം. എന്നാലും 9 ദിവസം മുന്നേ ഈ പോസിറ്റീവാണ് ഷമീറെ, അത് വെളുപ്പിക്കാൻ നിൽക്കല്ലേ. കാര്യവൻ തല്ലിപ്പൊളിയാണെങ്കിലും ഇങ്ങനെയുള്ള സംഭവത്തിനൊക്കെ ആള് കറക്റ്റ് റൂട്ടാണ്. എന്ത് റിസ്ക് എടുത്തിട്ടായാലും അവൻ അത് ഒപ്പിക്കും. ഇതുവരെ ഒപ്പുണ്ടായിരുന്ന ആൾക്കാരാണ്, എല്ലാ തെമ്മാടിത്തരം ചെയ്യാനും എല്ലാ പരിപാടിക്കും ഒപ്പുണ്ടായിരുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞ ജാസിയും ഷമീറും. ഇന്നത്തെ ദിവസം ഷമീർ അവിടെ ചെന്നപ്പോൾ വാവ് ജാസി ആ ഷമീർ എന്നിട്ട് ഉമ്മാനെ പിടിച്ച് സത്യം ചെയ്യും. എടാ നിങ്ങളെ ഉമ്മമാരൊക്കെ എന്ത് തെറ്റാടാ ചെയ്തത്? എടാ നാറി, നിനക്ക് നാണമുണ്ടോ? ഷമീർ ഭയങ്കരമായിട്ട് പറയുന്നുണ്ടായിരുന്നല്ലോ, എൻ്റെ ഉമ്മാക്ക് വേണ്ടിയും എൻ്റെ ഉപ്പാക്ക് വേണ്ടി എൻ്റെ ഫാമിലിക്ക് വേണ്ടിയും എൻ്റെ ലവർക്ക് വേണ്ടിയാന്നുള്ളത്. ഷമീർ ഉള്ള കാര്യം ഉള്ള പോലെ സമ്മതിച്ചോ? എന്റെ കാര്യം ഓർത്ത് നിങ്ങളാരും വിഷമിക്കണ്ട. പിന്നെ നീ എന്ത് ചെയ്യാൻ പോണു? അതിപ്പോ ഇവനെ കൂലിപ്പണിക്ക് വിട്ടിട്ടാണെങ്കിലും ഞാൻ എങ്ങനെയാലും ജീവിക്കും. ഞാൻ നിന്റെ അടിമേ. സ്ക്രിപ്റ്റ് ഇടാനും നുണ പറയാനും മാത്രമായിട്ട് ഞങ്ങൾക്ക് അറിയൂ. ഫേക്ക് ചെയ്യുക, നുണ പറയുക, സ്ക്രിപ്റ്റ് ഇടുക, ഇതാണ് ഇവരെ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി. ഞാനേ കൂതറയാ, വെറും കൂതറ ആണല്ലേ? നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ, നീ വെറും കൂതറയല്ല, ലോക കൂതറയാന്ന്.